നമ്മളെപ്പോലെ മാസ ശമ്പളക്കാർക്ക് ഈ GST വില കുറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പാലുൽപ്പന്നങ്ങൾക്കൊക്കെ കുറയുന്നുണ്ടെന്ന് പറഞ്ഞത് അതൊക്കെ നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. GST വില കുറയുന്നതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ പൊതുവെ വില കുറവാണെന്നാണ് കേൾക്കുന്നത്. ഐസ്ക്രീമിനും GST കുറയില്ലേ? ഐസ്ക്രീമിനും GST കുറയുന്നുണ്ട്. കാരണം ഇപ്പോൾ 18% ടാക്സ് 5% മാറുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓൾറെഡി ഒരു നല്ലൊരു എമൗണ്ട് നമ്മളെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കുറയും. എങ്ങനെ എത്ര വ്യത്യാസം വരും ഇപ്പോൾ? അതായത് ഒരു ആവറേജ് ഒരു 8-9 രൂപേൻ്റെ മുകളിൽ എന്തായാലും കുറയുണ്ടാവും. അതായത് MRP അത്ര രൂപ എന്തായാലും കുറയും. ഹെൽത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലേ ഇത് ഷുഗറാണെന്നൊക്കെ പറയും, എങ്കിലും നമുക്ക് ഐസ്ക്രീം അങ്ങേ ഒരു നടത്തൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കണം. മക്കൾക്കും ഐസ്ക്രീം നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. ഇനിയിപ്പോ വിലയൊക്കെ കുറഞ്ഞു വരികയാണ്. ഇപ്പനോട് 2 അധികം വാങ്ങി തരാൻ പറഞ്ഞു കേട്ടോ. നമ്മളെപ്പോലെ മാസ ശമ്പളക്കാർക്ക് ഈ GST വില കുറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പാലുൽപ്പന്നങ്ങൾക്കൊക്കെ കുറയുന്നുണ്ടെന്ന് പറഞ്ഞത് അതൊക്കെ നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. നിലവിലെ ഡിമാൻഡ് അങ്ങനെ തന്നെ അല്ലേ? ഇനിയിപ്പോ കൂടാൻ സാധ്യത അല്ലേ? ഐസ്ക്രീമിന് എല്ലാ കാലത്തും ഡിമാൻഡ് തന്നെയാണ്. ഇപ്പോൾ കുട്ടികളുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ കോണ്, ബോൾ ഐസ്ക്രീം, കപ്പ് ഐസ്ക്രീം ഒക്കെ ആയിട്ട്, പിന്നെ ഇനിയിപ്പോൾ വലിയവരുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും കസാട്ട, ഫാമിലി പാക്ക് ഒക്കെ ആയിട്ട് എന്തായാലും ഐസ്ക്രീമിന് ഡിമാൻഡ് ഇപ്പോഴത്തെ നിലവിൽ സാധ്യത നല്ല കൂടുതലാണ്. ഡിമാൻഡ് കൂടാനാണ് സാധ്യത. കാരണം നമുക്ക് ഈ GST കുറയണോണ്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് ഒന്നും പാടെ പ്രൈസ് കുറച്ചിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ്, ഐസ്ക്രീം ഇനി കൂടുതൽ മധുരിക്കുകയുള്ളൂ, ആസ്വദിച്ച് കഴിച്ചോളുക.